വെൽക്കം ടു a ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെയാ നമ്മളെങ്ങോട്ടാ പോണേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്, നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? എനിക്ക് എന്താ വാങ്ങിക്കണേ? സർപ്രൈസ് അല്ലേ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇന്ന് നൈറ്റ് 12 o'clock ജസ്റ്റ് സർപ്രൈസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കണേ. എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും, എന്നാലും ചുമ്മാ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇതേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരൂരുള്ള എക്സ്പ്രസ് മാളിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ 1-2 ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളുള്ള. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയി നോക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മാളിലെത്തി, നമ്മളിനി മുകളിലേക്ക് പോവാണ്. ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സും പിന്നെ ലിപ്സ്റ്റിക്ക്, പെർഫ്യൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. എല്ലാ പ്രൊഡക്ട്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫേസ് വാഷ്, ലിപ് ബാം, പിന്നെ ഒരു പെർഫ്യൂം, ഷീറ്റ് മാസ്ക്, അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസൊക്കെയാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ താഴത്തെ ഫ്ലോറിൽ തന്നെ ഒരു ഫാൻസി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇക്കാവക്കൊരു സ്ലിംഗ് ബാഗ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലത്തെ ടൈപ്പ് അവിടെ ഉണ്ടോയെന്ന് നോക്കണം. അങ്ങനെ നമുക്കിതേ അവിടെ നിന്നൊരു അടിപൊളി സ്ലിംഗ് ബാഗൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഗൈസ്, ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ എന്തായാലും സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ലിംഗ് ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്ലിംഗ് ബാഗാട്ടോ. അതൊക്കെ ഞാൻ അവസാനം വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു മിക്സി നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്റ്റുഡിയോന്ന് പ്രിൻറ്റ് വാങ്ങിക്കാനുണ്ട് കേട്ടോ. ഒരു വർക്ക് അർജൻറ്റായിട്ട് എനിക്ക് ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് വാങ്ങിക്കണം. നമുക്ക് പ്രിൻറ്റ് കിട്ടി. ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതേ പയ്യനങ്ങാടി ഷോപ്പിൽ വന്നിട്ട് മെഷീൻ ചായ കുടിക്കുകയാണ്. മെഷീൻ ചായ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല അടിപൊളി മെഷീൻ ചായ കുടിക്കുകയാണ്. എങ്ങനെയുണ്ടൊക്കെ ചായ നോക്കി പറയേ. നല്ല അടിപൊളി ചായ. പിന്നെ ഇത് ഇവിടെ പഴംപൊരി ഉണ്ട്. സൂപ്പറാട്ടോ പഴംപൊരി. എങ്ങനെയുണ്ടൊക്കെ? പിന്നെന്താ, നമ്മളതേ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട്. എന്താ നോട്ടെ. ഗൈസ്, അപ്പം നമ്മൾ മിഠായി വാങ്ങിച്ചു. ജൂനിക്കിലക്കിൻ്റെ ജോയ്. അങ്ങനെ നമ്മളിത് കാറിലിരുന്നുകൊണ്ട് തന്നെ പ്രിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഗൈസ്, ഇപ്പം സമയം എത്രയായി? സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. യെസ്, അപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കിൽ പോവാണ്. ഞാനും കൂടി 12 മണിക്ക് കൊടുക്കണ്ട, ഒരു 12 മണിയാവുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താവും അറിയില്ല. എന്തായാലും നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ,
അങ്ങനെ നമ്മൾ കോട്ടക്കലുള്ള ഹണി കേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് അവരുടെ ഒരു ചീസ് കേക്കും മിൽക്ക് കേക്കും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. മിൽക്ക് കേക്കൊക്കെ സോ യമ്മി. അങ്ങനെ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് പിന്നെ കേക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ നമ്മളിത് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ മെല്ലെ തുറന്നകത്ത് കയറുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ലൈറ്റും ബലൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് 12 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ 12 മണിയായപ്പോൾ നമ്മൾ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആൾ സർപ്രൈസായി ചോദിച്ചാൽ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെ നമ്മളെ ബർത്ത്ഡേ ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ അവൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഉറപ്പാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് വന്നു. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം, സെറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം. അപ്പോൾ സ്കിൻ കെയർ ഐറ്റംസ് ആയാലും പിന്നെ ബാഗ് ആയാലും ഒക്കെ അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് തന്നെ ആയതുകൊണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ലോണം ഇഷ്ടമായി. എന്തായാലും എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.